മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത നടിയാണ് മാധവി. ആന്ധ്രക്കാരിയായ മാധവിക്ക് മലയാളത്തിൽ അനശ്വരമായ ഒരു പിടി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായി. ആകാശദൂത്, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും മാധവി അഭിനയിച്ചിട്ടുണ്ട്. 300 സിനിമകളിലോളം മാധവി അഭിനയിച്ചിട്ടുണ്ട്. 80കളിലെ തിരക്കേറിയ നടിയായിരുന്നു മാധവി. ഏറെക്കാലമായി അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിലാണ് മാധവി താമസിക്കുന്നത്. റാൾഫ് ശർമ്മ എന്നാണ് മാധവിയുടെ ഭർത്താവിൻ്റെ പേര്. മാധവിയുടെ ജീവിതത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ ശാന്തിവിള ദിനേശ് പങ്കുവച്ച വിവരങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആഡംബര ജീവിതമാണ് അമേരിക്കയിൽ മാധവി നയിക്കുന്നതെന്ന് ശാന്തിവിള ദിനേശ് അന്ന് ചൂണ്ടിക്കാട്ടി. പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല. 44 ഏക്കർ സ്ഥലത്ത് കൊട്ടാരം പോലെയുള്ള വീട്ടിലാണ് മാധവി കഴിയുന്നത്. വിമാനം പറത്താനുള്ള ലൈസൻസ് മാധവി എടുത്തിട്ടുണ്ട്. ഭർത്താവിന് വിമാനമുണ്ട്. മാധവി വിമാനം ഓടിക്കുന്ന വീഡിയോ കണ്ടാൽ ഞെട്ടിപ്പോകും. ഇവിടെ ശതകോടീശ്വരന്മാരായ ഒരുപാട് സിനിമാക്കാർ ഉണ്ടെങ്കിലും മാധവിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തു. നല്ലൊരു ഭർത്താവിനെയും 3 പെൺകുട്ടികളെയും കൊടുത്തു. കോടികൾ ആസ്തി, ഭർത്താവിൻ്റെ ബിസിനസ്സും 3 പെൺകുട്ടികളെയും നോക്കി സുഖമായി അമേരിക്കയിൽ ജീവിക്കുന്നു. കണ്ണുകൊണ്ടാണ് മാധവി അഭിനയിച്ചത്. കണ്ണ് ഏറ്റവും നന്നായി അഭിനയത്തിൽ ഉപയോഗിച്ച നടിയാണ് മാധവി എന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു. വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയാകാനായി മലയാളത്തിലെ ഏതൊക്കെയോ നായികമാരെ കണ്ടിരുന്നു. പക്ഷേ മുലക്കച്ച കെട്ടി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി. അവരെല്ലാം പിന്മാറിയത് നന്നായെന്ന് ഞാൻ പറയും. ഇവരുടെ ഉണ്ടക്കണ്ണ് വെച്ചുള്ള പ്രകടനം കണ്ട് ചന്തുവല്ല ആരായാലും വീണുപോകുമെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. ആകാശദൂത് എന്ന സിനിമ ചെയ്തപ്പോൾ ഡെന്നിസ് ജോസഫും സിബി മലയിലും ആരെ ഈ വേഷം ചെയ്യിക്കാമെന്ന് നോക്കി. ആരും ആ വേഷം ചെയ്യാൻ തയ്യാറായില്ല. നായകന്മാർ പോലും മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ പോടോ എന്ന് പറയും. 4 കുട്ടികളുടെ അമ്മയായി മാധവി അഭിനയിച്ചു. സിനിമ ഹിറ്റായെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. 1000 നാവുള്ള അനന്തൻ എന്ന സിനിമയിലാണ് അവസാനമായി മാധവി അഭിനയിച്ചത്. ഈ സിനിമ റിലീസ് ചെയ്ത വർഷം തന്നെ മാധവിയുടെ വിവാഹവും നടന്നു. 4 തവണ മാധവി വിവാഹിതയായെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ബിസിനസ്സുകാരനായ റാൾഫ് ശർമ്മയാണ് മാധവി വിവാഹം ചെയ്തത്. പാതി ഇന്ത്യക്കാരനും പാതി ജർമ്മൻകാരനും. സ്വാമി രാമയുടെ ഭക്തനായിരുന്നു ഇദ്ദേഹം. മാധവി ഈ സ്വാമിയുടെ ശിഷ്യയും. സ്വാമിയുടെ ഉപദേശപ്രകാരമാണ് 2 പേരുടെയും വിവാഹം നടന്നത്. മാധവിയുടെ വിവാഹം 4 പ്രാവശ്യം നടത്തേണ്ടി വന്നു. അമേരിക്കയിൽ വെച്ച് ആദ്യം കല്യാണം നടത്തി. പിന്നീട് അമേരിക്കയിലുള്ള അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. ഇത് കഴിഞ്ഞ് നിന്റെ കല്യാണം തിരുപ്പതിയിൽ വെച്ച് നടത്തണമെന്ന് കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചതാണെന്ന് മാധവിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അങ്ങനെ തിരുപ്പതിയിൽ വെച്ച് കല്യാണം നടത്തി. പിന്നീട് റാൽഫിന്റെ ആഗ്രഹപ്രകാരം ഗുരുവിന്റെ ആശ്രമത്തിൽ വെച്ച് 4ാമതും വിവാഹ ചടങ്ങ് നടന്നെന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി.